അല്ലാഹുവിനെ വേദനിപ്പിച്ചവനാണ്. പ്രവാചകൻ പറയുന്നു അതുപോലെ മുത്തുനബിയെയും നീ വേദനിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെയും നീ വേദനിപ്പിക്കുകയാ. മുത്തുനബി മദീനത്ത് മസ്ജിദുൻ നബവിയുടെ പച്ചക്കുബ്ബയുടെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയുണ്ടല്ലോ, നീ ചെയ്യുന്നത് അറിയുന്നുണ്ടല്ലോ, നീ ചെയ്യുന്നത് മലക്കുകൾ പറയുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവനാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുകയാണ്, അങ്ങനെ അവസാനം അല്ലാഹുവിന്റെ കോപം നിനക്ക് ലഭിക്കുകയാ. റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിപ്പിച്ച് 9ാമത്തെ ശിക്ഷ അല്ലാഹുവിന്റെ കോപം നിന്റെ മേലുണ്ടാവുകയാണ്. 10ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഏറ്റവും വലിയ മിസ്കീൻ നീയാടാ പൊന്നുമോനെ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ അവിടെ നിന്ന് ചോദിച്ചു സഹാബ, പാപ്പരെന്ന് പറഞ്ഞാൽ ആരാ സഹാബ? പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാ സ്വഹാബ? പണമില്ലാത്തവനല്ല, വീടില്ലാത്തവനല്ല, വസ്ത്രമില്ലാത്തവനല്ല, ഏറ്റവും വലിയ പാപ്പരാരെന്നറിയുമോ? നാളെ മീസാനിന്റെ മുന്നിൽ നിസ്കാരം ചുമന്നുകൊണ്ട് പോവുകയാണ്. ഒരുപാട് നിസ്കാരമുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയതുണ്ട്, ഒരുപാട് സദഖ കൊടുത്തതുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്, ഒരുപാട് സൽക്കരമുമായി നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു നിസ്കാരമെടുത്തൊരുത്തന് കൊടുക്കുന്നു. പടച്ചവനെ, ഇവൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞവനാണ്. അവസാനം അല്ലാഹുവേ നിന്റെ നന്മയെടുത്തവന് കൊടുക്കും, നിന്റെ നന്മയെടുത്തവന് കൊടുക്കും. അങ്ങനെ പടച്ചവരെ, നീ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നാട്ടുകാര് കൊണ്ടുപോവുകയാ. നിന്റെ നാവ് വരുത്തി വെച്ച വിനയാ സഹോദരാ. അവസാനം ഒന്നുമില്ല, അവന്റെ തെറ്റുകൾ നിന്റെ തലയിൽ കെട്ടിവെക്കും. അവസാനം നരകത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ വരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവരെ കുറിച്ച് നല്ലത് കരുതൂ, എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കൂ, എല്ലാവർക്കും നന്മ കിട്ടാൻ ദുആ ചെയ്യൂ. നീ മാത്രം നന്നായാ പോരാ, എല്ലാവരും നന്നാകണം, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ഹാത്തിമുൽ അസമ്മ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്നു, ഉസ്താദ്, എനിക്കൊരാളോടും അസൂയയില്ല, ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല. കാരണം അല്ലാഹു എനിക്ക് എഴുതിയത് എനിക്ക്, അവൻ എഴുതിയത് അവന്. അല്ലയല്ലേ ഇത് പറഞ്ഞത്, അല്ലാഹുവല്ലേ കൊടുക്കുന്നത്. പിന്നെ എന്തിനാ ഞാൻ അസൂയ വെക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാ ശാപവാക്ക്? പലരും ശപിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെയും നിങ്ങൾ ശപിക്കല്ലേ, ഒരാളെയും നിങ്ങൾ ശപിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ശാപം നല്ലതല്ല. ശപിക്കുന്നവന് പ്രവാചകൻ അവിടെ നിന്ന് വല്ലാതെ താക്കീത് നൽകിയതാ. മക്കളെ ശപിക്കുന്ന ഉമ്മമാരുണ്ട്, മക്കളെ ശപിക്കുന്ന വാപ്പമാരുണ്ട്. പടച്ചവനെ, ഭാര്യ ഭർത്താവിനെ ശപിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ശപിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ശാപം നല്ലതല്ല, അത് നിനക്ക് നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. പരസ്പരം ചിലർക്ക് അതൊരു ശീലവാ. പണ്ടുള്ള ആൾക്കാരൊക്കെ മണ്ണ് വാരിയിടും, നീ മുടിഞ്ഞു ഓട്ടടാ, അല്ലേ? പണ്ടത്തെ ഉമ്മമാരൊന്ന് പറഞ്ഞാൽ രണ്ടിന് പറയണ വാക്ക്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണില്ല. ഇരുന്ന് ശപിക്ക. അവസാനം തന്റെ മോൻ കൊത്തുവാള എടുത്ത് കിടക്കുന്ന കാണുമ്പോ ഈ ഉമ്മ തന്നെ കാണണ്ടേ? ഒരു ദേശത്തിൽ എന്തെങ്കിലും വരുമ്പോ ചാടിക്കേറിയിട്ട് നീ ചാകൂടാ, നീ നിന്നെ വണ്ടിയുടെ അടിയിൽ നിന്ന് ടയറിൽ നിന്ന് വാരിയെടുക്കൂടാ. ഓരോ വാക്കുകളെ ആരാ പറയണത്? സ്വന്തം ഉമ്മ, സ്വന്തം വാപ്പ. ഭർത്താവ് ഭാര്യയെ ശപിക്കുന്നു, ഭാര്യ തിരിച്ചിങ്ങോട്ട്, നിങ്ങളുടെ മൂടാ എപ്പോഴാ നിങ്ങളുടെ കൂടെ കൂടാൻ തോന്നിയത്, അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുക. ശപിക്കാൻ പാടില്ല ആരെയും. ശപിക്കാൻ ഇനി ചില സാഹചര്യങ്ങളിൽ ശപിക്കും. ഇപ്പൊ ഒരാളെ മാനസികമായിട്ട് ശാരീരികമായി പീഡിപ്പിക്കുകയാ, രക്ഷപ്പെടാൻ ഒന്നുമില്ല, അവസാനം അവൻ ശപിച്ചു. അപ്പൊ ചിലപ്പോൾ ശാപം കിട്ടും. പക്ഷേ ഒരാളെ വെറുതെ ശപിച്ചാൽ ആ ശാപം ശപിച്ചവന്റെ തലയിൽ തന്നെ വന്ന് വീഴും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഒരാളെ വെറുതെ ഇരുന്ന് ശപിച്ചാൽ ഞാൻ ശപിച്ച ശാപം ആ മനുഷ്യൻ്റെ അടുക്ക പോകും. അദ്ദേഹത്തിന് അത് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ അത് നേരെ ആകാശത്തേക്ക് ഉയരും. ആകാശത്ത് മലക്കുകൾ കവാടമടയ്ക്കും. അവസാനം അലഞ്ഞ് തിരിഞ്ഞ് ശപിച്ചവന്റെ തലയെ വന്ന് അവൻ തകരട്ടെ എന്ന് ഞാൻ പറഞ്ഞ അള്ളാഹു എന്നെ തകർത്തു കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാതാപിതാക്കൾ ചിന്തിക്കണം, ചില സമയങ്ങളിൽ അവർ പറയുന്ന ഒരു വാക്ക്, അതാരുമാകട്ടെ, എത്ര വലിയ മഹാനാണെങ്കിലും
ഉമ്മായും വാപ്പായും എൻ്റെ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാര് ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറയുന്ന ഒരു വാക്ക് മലക്കുകൾ ആമീൻ പറഞ്ഞാൽ കഴിഞ്ഞു. ഉസ്താദേ, ഇവൻ കുരുത്തം കെട്ടവനാ, ഇവൻ ബുദ്ധിയില്ലാത്തവനാ, ആരാ പറയണ? വാപ്പ. നിന്റെ നാവ് കൊണ്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു വാപ്പ തൻ്റെ മകനെ കുറിച്ചിട്ട് ഇവൻ അനുസരണയില്ലാത്തവനാണ്, ഇവൻ കുരുത്തം കെട്ടവനാണ്, ഇവൻ ബുദ്ധിയില്ലാത്തവനാണ്, ഇവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനാണ്, നീ ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ മലക്ക് ആമീൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ തലതിരിഞ്ഞു പോയിട്ട് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും നമ്മൾ പറയരുത് കുരുത്തം കെട്ടവനാണെങ്കിലും അല്ല എൻ്റെ മോനെ നന്നാക്കല്ല, അതല്ലേ പറയണ്ടേ? അനുസരണയില്ലെങ്കിൽ തല്ലുകൊടുക്ക്. എന്തിനാ നിന്റെ നാവ് കൊണ്ട് പറയുന്നേ? എത്ര വലിയ മഹാനാണെങ്കിലും എത്ര വലിയ മനുഷ്യനാണെങ്കിലും ആ ഒരു വാക്ക് ശാപം വല്ലാത്തതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം, ജുറൈജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹുവിനെ വല്ലാത്ത ഭയമാ. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉമ്മയുടെ കൂടെ വല്ലാത്ത ഭയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിപ്പോ ഇന്ന് മൈക്ക് അലാറം അടിക്കുന്നത് ഇത്ര നെറ്റ് പോയോ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വല്ലാത്ത നിസ്കാരം, ഉമ്മാടെ കൂടെ നിന്ന കുടുംബത്തിൽ നിന്ന ഇബാദത്തിന് തടസ്സമായതുകൊണ്ട് ഒറ്റയ്ക്ക് പോയിട്ടൊരു റൂം കിട്ടി, ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് രാവും പകലും ഇബാദത്താ. അപ്പൊ ഉമ്മായിക്ക് മോനെ ഒന്ന് കാണണമെന്ന് തോന്നി, ഉമ്മായിക്ക് തൻ്റെ പൊന്നുമകനെ ഒന്ന് കാണാൻ തോന്നി. അങ്ങനെ ഉമ്മ വളരെ ആഗ്രഹത്തോടു കൂടി വീടിൻ്റെ മുന്നിൽ പോയി. ജുറൈജ് എന്ന് പറയുന്ന തൻ്റെ പൊന്നാര മകൻ നമസ്കാരവും ഇബാദത്തുമായി കഴിയുന്ന വീടിൻ്റെ മുന്നിൽ പോയിട്ട് ഉമ്മ വിളിച്ചു, മോനെ ജുറൈജ്. ഉമ്മ സ്നേഹത്തോടെ വിളിച്ചതാ. പക്ഷേ ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുക, നിസ്കാരത്തിലാണ്. ഉമ്മ വിളിക്കുന്നത് കേട്ടു. ഇപ്പൊ ജുറൈജ് വിചാരിച്ചു, റബ്ബേ നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ ഉമ്മ എന്ന് ചോദിക്കാം, അത്രേ ഉള്ളൂ. ഉമ്മ വിളിച്ചത് നിസ്കാരത്തിലായത് കാരണം ഉത്തരം നൽകിയില്ല. അവിടെ നിന്ന് വിചാരിച്ചു സലാം വീട്ടിയിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കാം. സത്യത്തിൽ ഇസ്ലാമിന്റെ നിയമം, ഒരാൾ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മയോ വാപ്പയോ വിളിച്ചാൽ വിളിക്ക് ഉത്തരം നൽകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്യണം? മാതാപിതാക്കൾ വിളിച്ചാൽ, ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്ത് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ എൻ്റെ ഉമ്മ വിളിക്കണടാ സിറാജ്, എന്തേ ഉമ്മ ചോദിക്കണം. അതാ ഇസ്ലാം. ഫർള് നമസ്കാരമാണെങ്കിൽ പ്രവാചകൻ വിളിച്ചാൽ അപ്പ അടിക്കണമെന്നാ പറഞ്ഞേ. അപ്പൊ നിസ്കാരത്തിലാണെങ്കിൽ പോലും ഉമ്മ വിളിച്ചാൽ ഉത്തരം നൽകണം. ജുറൈജ് ചിന്തിച്ചു, പടച്ചവനെ നിസ്കാരം കഴിഞ്ഞിട്ട് ചിന്തിക്കാം. ഉമ്മ അവിടെ കുറച്ചു നേരം കാത്തുനിന്നു, വിളിച്ചിട്ട് ഉത്തരവൊന്നും കിട്ടണില്ല. ഉമ്മ തിരിച്ചങ്ങ് പോയി. ഈ ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉമ്മാനെ കാണുന്നില്ല. അള്ളാഹുവെ പടച്ചവനെ, പിന്നീട് ഒരിക്കൽ ഉമ്മ വന്നു, പിന്നീടൊരു സമയത്ത് ഉമ്മ വന്നു. ആ വന്നപ്പോഴും തന്റെ പൊന്നുമകൻ നമസ്കാരത്തിൽ തന്നെയാ. ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ്. സ്നേഹത്തോടെ ആ കാരുണ്യത്തോടെ ഉമ്മ വിളിച്ചപ്പോൾ അപ്പോഴും ജുറൈജ് നിസ്കാരത്തിലായത് കാരണം ഉത്തരം കൊടുത്തില്ല. ഉമ്മ പിണങ്ങിപ്പോയി. മൂന്നാമതും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, മക്കളെ ശപിക്കുന്ന മാതാപിതാക്കളോട്, ശാപം ഒരു സ്വഭാവമായി കൊണ്ട് നടക്കുന്നവരോട് ഈ ചരിത്രം നിങ്ങൾക്ക് നന്നാകാറുള്ള ഒരു ചരിത്രമാകട്ടെ. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാ ഉമ്മ മൂന്നാമതും വരികയാണ്. പ്രിയപ്പെട്ട മാതാവ് മൂന്നാമതും വന്നു. വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് വിളിക്കുന്നു, മോനെ ജുറൈജേ. നമസ്കാരത്തിലായത് കാരണം ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. ആ ഉമ്മ അവിടെ നിന്നുകൊണ്ടൊരു വാക്കു പറയുകയാണ്. ആ പ്രിയപ്പെട്ട മാതാവ് അവിടെ നിന്നുകൊണ്ടൊരു വാക്കു പറഞ്ഞു, അല്ലാഹുവേ, ഇവനെ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവരെ, ഇവനെ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലേ തമ്പുരാന്. ജുറൈജ് അറിയുന്നില്ല, ഉമ്മ പറഞ്ഞതറിയുന്നില്ല. പടച്ചവരെ, ഉമ്മ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അവിടെ നിന്ന് ചരിത്രം പറയുകയാ, ഈ ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, എല്ലാവരും ആദരിക്കുകയാണ്, എല്ലാവരും ബഹുമാനിക്കുകയാണ്. കാരണം പടച്ച റബ്ബിനെ പേടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനാ.
അവിടുന്ന് പടച്ചവനെ ജുറൈജിനെ ഒരു പെണ്ണിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എല്ലാ ചെറുപ്പക്കാരെയും പിഴപ്പിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ ഒരുപാട് പരിശ്രമിച്ചു ജുറൈജിനെ തന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാറ്. പടച്ച റബ്ബേ, അവസാനം ജുറൈജ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെണ്ണതാ ജുറൈജിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഔറത്ത് തുറന്നു കാണിക്കുകയാ. തന്റെ ശരീരം മുഴുവനും തുറന്നു കാണിച്ചു. എന്നിട്ട് പോലും ജുറൈജ് വഴങ്ങുന്നില്ല. എന്നിട്ട് പോലും ജുറൈജ് അവിടുന്ന് വഴങ്ങുന്നില്ല. പെണ്ണിന് വല്ലാത്ത ദേഷ്യമായി പഠിച്ചവനെ ജുറൈജിന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് നാട്ടുകാര് കാണുകയാണ്. ജുറൈജിന്റെ നിസ്കാര റൂമിനകത്ത് നിന്ന് പെണ്ണിറങ്ങി പോകുന്നത് നാട്ടുകാര് കാണുകയാണ്. അല്ലാഹുവേ, കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഈ പെണ്ണ് ഗർഭിണിയാ. എല്ലാവരോടും പറഞ്ഞ് എന്റെ വയറ്റിലകത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. നാട്ടുകാരോട് മുഴുവനും പറയാൻ തുടങ്ങി, എന്റെ വയറിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജാണ്. അങ്ങനെ ജനങ്ങൾ പരസ്പരം സംസാരം തുടങ്ങി. അവസാനം അല്ലാഹുവേ, ഈ പെണ്ണതാ അവസാനം കുറച്ച് ആൾക്കാരെ കൂട്ടുകയാണ്. തന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട്, പാല് കൊടുക്കുന്ന കുഞ്ഞ്, ചോര കുഞ്ഞിനെ പ്രസവിച്ചിട്ട് നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ട് വരികയാ. ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. അല്ലാഹുവേ, നാട്ടുകാര് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. അവിടെ നിന്ന് പിടിച്ച് തല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നിസ്കരിച്ചു കൊണ്ടിരുന്ന കൂടാരങ്ങള് തല്ലി തകർക്കുകയാണ്. പാല് കൊടുക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു പെണ്ണ് പറയുന്നു, ഇതിന്റെ വാപ്പ ജുറൈജാണ്. അല്ലാഹുവേ, ജുറൈജ് തങ്ങൾ ചോദിച്ചു, ഇതിന്റെ സത്യാവസ്ഥ ബോധിപ്പിക്കാൻ എനിക്കൊരു സമയം തരുമോ? ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിക്കാം. എനിക്കൊരു സമയം തരുമോ? അല്ലാഹുവേ, 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ജുറൈജിനപ്പോഴാ മനസ്സിലായത്, ഇത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഇത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ജുറൈജ് തങ്ങളുണ്ടല്ലോ, വുളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. സുജൂദിൽ കിടന്നിട്ട് പടച്ചവനോട് പറയുന്നു, എന്തേ റബ്ബേ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ തെറ്റുകാരനല്ലെന്ന് നിനക്കറിയാമല്ലോ അല്ലാ. പടച്ചവരെ, ഞാൻ പാപിയല്ലെന്ന് നിനക്കറിയാമല്ലോ അല്ലാ. ഈ കുഞ്ഞിന്റെ വാപ്പ ഞാനാണെന്ന് ഇവര് പറയുന്നു. അല്ലെന്ന് പടച്ചവനെ നിനക്കറിയാമല്ലോ അല്ലാ. ഒരു പരിഹാരം പറഞ്ഞതാ തമ്പുരാന് ജുറൈജിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്തേ ചെയ്തതെന്നറിയുമോ? ഇവരും കഥയല്ല, ചരിത്രമെടുത്ത് നിങ്ങൾ നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അതാ എഴുന്നേക്കുകയാണ്. നമസ്കാരത്തിൽ നിന്ന്, സുജൂദിൽ നിന്ന് എഴുന്നേക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആ പാല് കൊടുത്തിരിക്കുന്ന, പാല് കുടിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, എന്റെ മോനാണെന്ന് പറയുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ, ആ കുഞ്ഞിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ. കുഞ്ഞിനടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ, ആ കുഞ്ഞിനടുത്തേക്ക് കൊണ്ടുവന്നപ്പോ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു തന്റെ വിരലുണ്ടല്ലോ, അത്തഹിയ്യാത്തിൽ ഇങ്ങനെ നീട്ടുന്ന വിരലുണ്ടല്ലോ, ആ വിരലെടുത്തിട്ട് കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെക്കുകയാ. ആ കുഞ്ഞിന്റെ പൊക്കിളിൽ വെച്ചിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, യാ ബുനയ്യ, ആ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ആ പാല് കുടിക്കുന്ന പൊന്നുമോനോട് ചോദിച്ചു, മോനെ, നിന്റെ വാപ്പയാരാടാ? എല്ലാവരും അത്ഭുതത്തോടുകൂടി നിൽക്കുകയാണ്. പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കാറില്ലല്ലോ. ജുറൈജ് തങ്ങളെ ചോദിക്കുകയാണ്, നിന്റെ വാപ്പയാരാടാ മോനെ? ഞാനാണോ നിന്റെ വാപ്പ? ആ സമയത്ത് ജനങ്ങളെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ട് ആ പാല് കുടിച്ചു കൊണ്ടിരുന്ന ചോരക്കുഞ്ഞ് വിളിച്ചു പറയുകയാ, എന്റെ വാപ്പ ജുറൈജല്ല, പടച്ചവനെ, ആടിനെ മേയ്ക്കുന്ന ഒരാട്ടിടയനാ.
അവിടെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്തേ ഇങ്ങനെ അല്ലാഹു നാണം കെടുത്തിയത്? എന്തേ അല്ലാഹു ഇങ്ങനെ നാണം കെടുത്തിയത്? തന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞ ഒരു വാക്കാ. ആ പ്രിയപ്പെട്ട മാതാവിന്റെ ഒരു മനസ്സ് നൊന്തിട്ടുള്ള ഒരു ദുആയാ. എന്റെ പ്രിയപ്പെട്ടവരെ, തല്ലിയിട്ടല്ല, പട്ടിണി കിട്ടട്ടല്ല, ചെലവിന് കൊടുക്കാനിട്ടല്ല, കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, നമസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്റെ മാതാവ് വിളിച്ചപ്പോ ഉത്തരം കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മ ചെയ്ത പ്രാർത്ഥനയുടെ ഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, ഉമ്മാ ദേഷ്യം വരുമ്പോ, വാപ്പാ നിനക്ക് ദേഷ്യം വരുമ്പോ, നിന്റെ മക്കള് നിന്നെ നോക്കാതിരിക്കുമ്പോ നീ എങ്ങാടം മനസ്സു നൊന്തൊരു വാക്ക് പറഞ്ഞ പിന്നെ മക്കള് കിടന്ന് കണ്ണുനീര് കുടിക്കുന്നത് കാണേണ്ടി വരില്ലേ ഉമ്മ? നിന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് നിന്റെ പൊന്നാര മക്കള് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരില്ലേ ഉമ്മ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, റസൂലുള്ളാഹി തങ്ങളെ പെടന്ന് പറയുകയാ, മഹാനായ ഹാത്തിമുൽ അസ്വം തങ്ങളെ പറയുകയാണ്, ജനങ്ങൾക്ക് പരസ്പരം അസൂയാണ്, അവര് പരസ്പരം ശപിക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് ഓർമ്മ വന്നത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹുവാണ് ദുനിയാവിലെ സർവ്വ കാര്യങ്ങളും ഒരു മനുഷ്യന് കൊടുക്കുന്നത് പടച്ച റബ്ബാ. അല്ലാഹു തരുമെങ്കിൽ പിന്നെ എന്തിനാ സഹോദരാ അസൂയ വെക്കുന്നത്? അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് അസൂയ മാറ്റിവെക്കാ തീരുമാനിച്ചു. ഉസ്താദ് അവിടെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെ കുറിച്ച് നല്ലത് ചിന്തിക്കൂ, എല്ലാവർക്കും നല്ലതുണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യൂ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഉൻ മിൻ ഹുഖൂഖിൽ മുസ്ലിമീന അലൈക. 4 കാര്യങ്ങൾ മുസ്ലിമീങ്ങളിൽ നിന്ന് അവകാശമായി ലഭിക്കേണ്ടതാണ്. 4 കാര്യങ്ങളെ കുറിച്ച് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളിൽ നിന്ന് ഓരോ മുസ്ലിമിന്റെ ജീവിതത്തിൽ വേണ്ട 4 ഗുണങ്ങളാണ്. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ മുസ്ലിമിന്റെ ജീവിതത്തിലും വേണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നിർത്താറായോപ്പ? സമയം എന്തായി? ആയില്ല, 15 മിനിറ്റും കൂടെ ഉണ്ടില്ലേ? ഇൻഷാ അല്ലാഹ്. 4 ഗുണങ്ങൾ ഒരാളുടെ ഓരോ മുസ്ലിമിന്റെ ജീവിതത്തിലും 4 ഗുണങ്ങൾ ഉണ്ടാകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതാ 4 ഗുണം? ഏതാണ് 4 ഗുണം? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൻതുഅനി മുഹ്സിനഹും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു മുസ്ലിമിന് വേണ്ട 4 ഗുണങ്ങൾ. എല്ലാവർക്കും ഇന്ന് മുതൽ ഈ ഗുണങ്ങൾ ഉണ്ടാകണം. ഇന്ന് മുതൽ ഓരോ മുസ്ലിമിനും ഈ ഗുണമുണ്ടാകണം. എന്റെ ശബ്ദം കേൾക്കുന്നവര്, ഇന്നത്തെ രാത്രി നമുക്ക് സ്വർഗം കിട്ടാറുള്ള ഒരു രാത്രിയാകണം. ഈ സമയം നാളെ മീസാനിൽ നന്മയുടെ കൂട്ടത്തിൽ ഇടുന്ന ഒരു സമയമാകണം. ഈ സമയം നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിന്റെ പേരിലായിരിക്കണം മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം വേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു മുസ്ലിമിന് വേണ്ട 4 ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? നന്മ ചെയ്യുന്നവരെ സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നന്മ ചെയ്യുന്നവരെ സഹായിക്കണം. ഒരിക്കലും അവർ എതിരാകാൻ പാടില്ല. അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കാൻ പാടില്ല. പടച്ചവനെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ നീ അവന് പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത്. അവന് വേണ്ട സഹായങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതിനൊരിക്കലും തടസ്സം വരുത്തരുത്. അത് ഏത് കാര്യമാകട്ടെ, ഈ ക്ലാസ് ആകട്ടെ, പള്ളി പണിയുന്നതാകട്ടെ, നിസ്കാരം നടക്കുന്നതാകട്ടെ, ഈ പള്ളിക്ക് വേണ്ടി പിരിക്കുന്നതാകട്ടെ, ഏത് കാര്യമാണെങ്കിലും നന്മയാണോ ആ നന്മ ചെയ്യുന്നവരെ നീ സഹായിക്കല് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 2 വഅന തസ്തഗ്ഫിറ ലിമുൻലിമിൻ ബിഹി
ഇബ്രാഹിം. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതായി പറയുകയാണ്, തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി നീ അല്ലാഹുവിനോട് പാപമോചനം തേടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവേ നീ പാപം ചെയ്യുന്നു, നീ നിന്റെ കാര്യം മാത്രം ദുആ ചെയ്താ പോരാ. ഒരു മുസ്ലിം തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, ഒരു മുസ്ലിം പള്ളിയിൽ കയറാതെ നടക്കുന്നത് കണ്ടാൽ, ഒരു മുസ്ലിം കള്ള് കുടിക്കുന്നത് കണ്ടാ, അല്ലാഹുവേ ഇവന് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമതായി പറയുകയാണ്, പിന്തിരിഞ്ഞു പോകുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്തിരിഞ്ഞു പോകുന്നവർ പടച്ചവനെ അല്ലാഹുവേ വിളിച്ച് ഉപദേശിക്കുകയാണ്. പള്ളിയിൽ വാടാ, നിസ്കരിക്കടാ, അല്ലാഹനെ ഭയന്ന് ജീവിക്കടാ. കേൾക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണ്. അവന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണേ, അവന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണേ. നാലാമതായിട്ട് പ്രവാചകൻ പറയുകയാ, പശ്ചാത്തപിച്ച് മടങ്ങി വരുന്നവരുണ്ടല്ലോ. ഇന്നലെ വരെ പായിപ്പാടുകൂടെ കണ്ണുകുടിച്ച് നടന്നവനാട്, പലിശ കച്ചവടം നടത്തിയവനാട്, വ്യഭിചരിച്ച് നടന്നവനാട്, മയക്കുമരുന്നടിച്ച് നടന്നവനാട്, അല്ലാഹുവേ മുസ്ലിമീങ്ങളെ ചീത്ത വിളിച്ചവനാട്, മോശമായ ജീവിതം നയിച്ചവനാട്. പക്ഷേ അവൻ നന്നായി കഴിഞ്ഞ, പശ്ചാത്തപിച്ച് മടങ്ങി വന്നു കഴിഞ്ഞ, അവനെ നീ ഒറ്റപ്പെടുത്തല്ലേ, അവനെ നിങ്ങൾ അകറ്റി നിർത്തല്ലേ, അവനെ സ്നേഹിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് ദഹിക്കാത്ത 4 കാര്യമാ പറഞ്ഞേ. നമുക്ക് ദഹിക്കാത്തവൽ ഇന്നലെ വരെ ഉദാഹരണം പറഞ്ഞ റമളാൻ മാസം എത്തുമ്പോൾ പലരും പള്ളിക്ക് എത്തും. പലർക്കും പള്ളി വരണമെന്ന് ആഗ്രഹമുണ്ട്, പലർക്കും പള്ളി വന്ന് നിസ്കരിക്കണമൊക്കെ എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലരും പള്ളി കയറാത്തത് എന്താ? ചില മഹാന്മാരുണ്ട് 5 വഖത്ത് നിസ്കരിക്കുന്ന വരുന്നേ, 5 നേരവും നിസ്കരിച്ച് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. ചില ചെറുപ്പക്കാർ പള്ളി കയറുമ്പോൾ ചോദിക്കും, നീയും കയറിയോടെ പള്ളിക്കകത്ത്, എത്ര നാളത്തേക്കാടാ? ഒരു കളിയാക്കൽ. അവൻ വന്ന വഴിയെ തിരിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉള്ളതല്ലേ? വെടിയുണ്ടതാ? ഞാൻ പറഞ്ഞ ഉള്ളതല്ലേ? അടാ നീ എന്നും വരെടാ പള്ളിക്കകത്ത് കയറിയ പടച്ചൻ. ഇന്നലെ വരെ കഞ്ചാവ് അടിച്ച് കിടന്നവനാ അവൻ പള്ളിക്കകത്ത് കയറിയിട്ട് മസല പറയുന്നത് കണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തവനാണെന്ന് പറഞ്ഞിട്ട് അവൻ തൗബ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവനെ സ്നേഹിക്കണം. അവനെ സ്നേഹിക്കൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ അത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഒരാളോടും അസൂയ വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട, എല്ലാവരെ കുറിച്ച് നല്ലത് ചിന്തിക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒറ്റ ദിവസം ഒരു പ്രാർത്ഥന ചെയ്യ്, കോടിക്കണക്കിന് പ്രതിഫലം നിനക്ക് അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കോടിക്കണക്കിന് പ്രതിഫലം കിട്ടും ഒരൊറ്റ ദുആ ചെയ്താൽ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ഓ വലിയ പവറൊന്നും ഇല്ലപ്പാ. കാപ്പി വല്ലതും കൂടെ, ചുക്കാപ്പി എടുത്ത് ഇത്തിരി ചുക്കാപ്പി കൊടു. ഉച്ചയ്ക്ക് ഞാൻ സിമെന്റിന്റെ പൈസ വെച്ചുകൊണ്ടാന്ന് തോന്നുന്നൊരു പിണക്കം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സിയാറത്ത് പോകണ്ട. അടുത്ത ക്ലാസ് എന്നാ? അടുത്ത ക്ലാസ് വെള്ളിയാഴ്ച ക്ലാസ്സില്ല, കാരണം എനിക്ക് വെള്ളിയാഴ്ച വയലുണ്ട്. അടുത്ത വെള്ളിയാഴ്ച വയലുള്ളത് കാരണം ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ശനിയാഴ്ചയാണ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇവിടെ നിന്ന് വണ്ടി വരും, കയറി പൊക്കോണം സിയാറത്തിന് ഇൻഷാ അല്ലാഹ്. അള്ളാഹു മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. മറ്റേ ആൾ തിരിച്ചു കൊണ്ടുപോയോ? കഴിഞ്ഞ ആഴ്ച പേരൊക്കെ എഴുതിയിട്ട് പോയി. മറ്റേ ആൾ വന്നിട്ട് വെറുതെ പൈസ കളയണ്ട, കച്ചവടമുണ്ട്, അതുണ്ട്, വേറെ പണിയൊന്നുമില്ല, അങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അൽഹംദുലില്ലാ. ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഞാൻ സത്യം പറഞ്ഞ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി 10 മണിക്ക് മുത്തുപ്പേട്ടയിൽ നിന്ന് വിട്ടതാ, ഉറങ്ങിയിട്ടില്ല. നേരെ ഇവിടെ വന്നു, പള്ളിയിൽ വന്നു. ഇനി വേണം വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ. അൽഹംദുലില്ലാ. അള്ളാഹു മഹാന്മാരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് അൽഹംദുലില്ലാ അവിടെ പോയി പ്രസംഗിക്കാൻ അവസരം കിട്ടി. തമിഴ്നാടാ, ഒന്നും തമിഴാ. അവിടെ പോയി പ്രസംഗിക്കാൻ പിന്നെ അൽഹംദുലില്ലാ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഉറൂസിൻ്റെ അന്ന് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അത്ഭുതത്തോട് പോയി. ഞാൻ ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ സുൽഫിയൊക്കെ പോയത്. 2 ദിവസം മുമ്പ് അവിടുത്തെ പ്രസിഡന്റ് വിളിച്ചിട്ട് വെച്ചു, ഉസ്താദെ വരുന്നില്ലേ ഉറൂസ?
അദ്ദേഹം വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എല്ലാ സ്നേഹമുള്ളവരെ തമിഴന്മാരാണെങ്കിലും കേട്ടോ, അൽഹംദുലില്ലാ. ഇന്നലെ നമ്മൾ തിരിച്ചു വരുമ്പോൾ റോഡ് തെറ്റിപ്പോയിട്ട് ഇപ്പം വണ്ടി കൊണ്ടുപോയവരുടെ ഇറക്കി. ചെളിക്കകത്ത് വണ്ടി ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറുമോ? ഒരു കല്ല് പോലും ഇല്ല, ഇപ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല. പെട്ടെന്നൊന്ന് ഫോൺ വിളിച്ചപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും ഓടി വന്നു. വണ്ടി ഒന്ന് 9-10 കിലോമീറ്റർ അവർ ഓടി വന്ന് നമ്മളെ സഹായിച്ചു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ, അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ആ മഹാന്മാരുമായിട്ടുള്ളൊരു ബന്ധം വലിയ ബന്ധമാണ് സഹോദരങ്ങൾ. നമ്മളൊക്കെ വല്ലപ്പോഴൊക്കെ പോകണം. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും അവരുമായിട്ടുള്ള പല കാഴ്ചകളുമുണ്ട് നമുക്ക് കാണാൻ. ഉല്ലാസ യാത്രകൾ മാത്രമല്ല, ഇങ്ങനെ ഈ മഹാന്മാരുടെ ഖബറിലൊക്കെ പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തുകൾ. ഓരോ മനുഷ്യന്മാരൊക്കെ സിഹർ ബാധിച്ചിട്ട് ശൈത്താൻ കൂടിയിട്ട്, ഇന്നലെ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി, ഞാനിങ്ങനെ പറഞ്ഞു ശൈത്താൻ എഴയുന്നത് എങ്ങനെ കണ്ടോന്ന്, ശൈത്താൻ എഴയുന്നത് എങ്ങനെയാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട അതേ രീതിയിൽ ഓരോ ആൾക്കാർ തല ഭിത്തിയിൽ കൊണ്ടിട്ട് ഇടിക്കുന്നു. എന്തൊക്കെ പറയുന്നു പടച്ചവനെ. അള്ളാഹു അവർക്കൊക്കെ പരിപൂർണ്ണ ശിഫാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ശിഫാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഓരോ കാഴ്ചകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ കഴിയുന്നതാണ്. മഹാന്മാർ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ആരാണ് അള്ളാഹുവിൻ്റെ ഉലിയാക്കന്മാർ, ആ ഉലിയാക്കന്മാരുടെ മഹത്വം എന്താ, അള്ളാഹു അവർക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. അവർക്കാർക്കും അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവുകളുണ്ട്, പല കഴിവുകൾ. ആ കഴിവിലൂടെയാണ് അവരിങ്ങനെയുള്ള ചികിത്സകളൊക്കെ നടത്തുന്നത്. അള്ളാഹു അവരുടെ മഹത്വം മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് പോകണം. ഞാൻ പൊതുവെ വെള്ളിയാഴ്ച ഒന്നും പറയാത്തതെന്ന് പറഞ്ഞാൽ, ഇത് പറയാത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളിയാഴ്ച ജുമയ്ക്ക് പറഞ്ഞ ആളെ കൂട്ടേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ക്ലാസ് കേൾക്കാൻ വരുന്ന സ്ഥിരമായിട്ടുള്ളൊരു കൂട്ട്, അതാ അത്രയേ ഉള്ളൂ. ഒരു പള്ളിയിലെ ഖത്തീബ് എന്ന രീതിയിൽ ഞാൻ നിർബന്ധിച്ചതല്ല. സ്വാഭാവികമായിട്ട് ഇമാം മാലിക് ദിനാർ തങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അപ്പം നിങ്ങളെല്ലാം കൂടെ ഏറ്റുപിടിച്ചത്. അതുകൊണ്ട് പലർക്കും ഒരു പരാതിയുണ്ട്, ഉസ്താദ് എല്ലാവരെയും കൊണ്ടുപോകുന്നില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ പോണ വണ്ടി സ്ഥലമുണ്ടെങ്കിൽ ഒരു സീറ്റ് തന്നാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പോണ്ടേ നമുക്ക്? ഇൻഷാ അല്ലാഹ് എപ്പോഴാണ് പോകണം? ശനിയാഴ്ചട്ടാ. ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് രാത്രി ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഉടനെ ദുആ ചെയ്തേക്കും, വണ്ടി വിട്ടേക്കും ഇൻഷാ അല്ലാഹ്. ശനിയും ഞായറും തിങ്കളും ഇല്ലേ? അനുസരി ഉണ്ടാകത്തില്ല. നിങ്ങളൊക്കെ പുറകോട്ടാണെങ്കിൽ നമ്മളും വരിക. അൽഹംദുലില്ലാ. അള്ളാഹു മഹാന്മാരുടെ ഒന്നുമില്ല, വിളിച്ചവർ പോകും, അത്ര തന്നെ. അതിന് യോഗമാണ് വേണ്ടത്. നമുക്കൊരു മക്കത്ത് പോകണമെങ്കിൽ, മദീനത്ത് പോകണമെങ്കിൽ, ഒരു മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകണമെങ്കിൽ അവരുടെ ഒരു വിളി വേണം, അതുകൂടെ വേണം. അല്ലാതെ പോകാൻ പറ്റുമോപ്പാ? പറ്റുമോ? അവരുടെ കൂടെ ഒരു ഇത് വേണം. എല്ലാവരെയും ഒന്നും വിളിച്ചു കയറ്റാൽ, നിന്റെ വീട്ടിൽ എല്ലാവരെയും വിളിച്ചു കയറ്റി നീ ചോറ് കൊടുക്കുമോ? കൊടുക്കൂല. അപ്പം അതുമായിട്ടൊരു ബന്ധമുള്ളവർക്ക് പോകാൻ കഴിയും. അള്ളാഹു നമ്മുടെ യാത്ര ഖൈറിലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, ഞാൻ എന്താ പറഞ്ഞേ? മറ്റേ ചങ്ങാതി തെങ്ങിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുക, ഇറങ്ങി താഴോട്ട്. എന്താ ഞാൻ പറഞ്ഞേ? ഓർമ്മ കുറവാ, എല്ലാത്തിനും ഓർമ്മ കുറവാ. കറുത്ത ചെരുപ്പല്ലേ ധരിക്കണേ അല്ലേ? നിറമിൽ കറുത്ത ചെരുപ്പു നീ ധരിക്കല്ലേ, അതിനാലനിസിയാൻ വന്നിടും കളിയല്ലേ. ഏത് ചെരുപ്പ്? പാവപ്പെട്ടവന്റെ കഞ്ഞി പാറ്റയിട്ടതല്ല, പറ. ഏത് ചെരുപ്പ്? കറുത്ത ചെരുപ്പ് ധരിച്ച എന്തുണ്ടാകും? മറവി ഉണ്ടാകും. അടുത്തുകൊണ്ട് ഉള്ളത് അവിടെ കിടക്കട്ടെ, അടുത്ത പ്രാവശ്യം പോലും നല്ലത് വാങ്ങ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ഒരു ദുആ, കോടാനി 150 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ പഠിക്കാം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹുവേ കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ദുആ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഒറ്റ രാത്രി കൊണ്ട് കോടികളുടെ നന്മ കിട്ടാൻ, ഒറ്റ രാത്രി കൊണ്ട് 160, 170, 180 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ആരെങ്കിലും ഈ ദുആ ചെയ്താ കോടിക്കണക്കിന് നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാനല്ല പറഞ്ഞത്, മുത്തുനബിയാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഈ ദുആ ചെയ്യുന്നവന് കോടിക്കണക്കിന് നന്മയാണ് അല്ലാഹു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആ പഠിച്ചു നമുക്ക് പിരിയാ. എന്റെ പ്രിയപ്പെട്ടവരോട് ആത്തിമുല്ല റളിയല്ലാഹു തആല അൻഹു 33 വർഷം കൊണ്ട് പഠിച്ച 8 മസലകളിൽ 7ാമത്തേത് ഏതെന്നറിയുമോ? ഒരു 2 കൂടെയുണ്ട്, ഒരെണ്ണം കൂടെ പഠിച്ച് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരെണ്ണം കൂടെ പഠിച്ച് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 എണ്ണം ഉണ്ട്. അടുത്ത ആഴ്ചത്തേക്ക് മാറ്റണോ പറയണോ? അടുത്ത ആഴ്ചത്തേക്ക് മാറ്റാം. പറ, എന്ത് 10 മണിയായി? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാരണം എല്ലാവർക്കും ജോലിയും തിരക്കുകളൊക്കെ അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കോടിക്കണക്കിന് നന്മയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ ഭൂമിയിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്? ഇന്ന് ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ട്? കണക്കറിയോ ആർക്കെങ്കിലും കണക്കറിയോ? ഇന്ന് ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ? ഓരോ മുസ്ലിമിന്റെയും തലയ്ക്ക് ഒരു നന്മ. ലോകത്ത് ഇപ്പൊ 180 കോടി അല്ലെങ്കിൽ 200 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ 200 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? പറ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 180 200 കോടി നന്മ കിട്ടുന്ന ദുആ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുആ ചെയ്യണേ. നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹജാത്ത്. ഞാനും നിങ്ങളും ദുആ ചെയ്യുമല്ലോ. ഈ ദുആ അറിയുന്നവരങ്ങനെ ചെയ്യ. ഇല്ലെങ്കിൽ നീ പറയണം, അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാന്. എല്ലാവർക്കും നന്മ വരുത്തണേ പടച്ചവര്. എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവര്. എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന്. എന്റെ പാപം പുറത്താ പോരാ, എന്റെ മാത്രം പുറത്താ പോരാ. ലോക മുസ്ലിമീങ്ങളുടെ പാപം പൊറുക്കണം. എന്റെ കാര്യം മാത്രം നടത്തിയാ പോരാ, ലോക മുസ്ലിമീങ്ങളുടെ കാര്യം നടക്കണം. എന്റെ രോഗം മാത്രം മാറിയാ പോരാ, ലോക മുസ്ലിമീങ്ങളുടെ രോഗം മാറണം. എനിക്ക് മാത്രം സമാധാനം തന്നാ പോരാ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം കൊടുക്കണം. എന്നെ മാത്രം സമ്പന്നനാക്കിയാ പോരാ, ലോകത്തുള്ള സർവ്വ മുസ്ലിമിനും നീ സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നന്മ കിട്ടാൻ നീ ദുആ ചെയ്താ ഓരോ മുസ്ലിമിന്റെ തലക്കനുസരിച്ച് കോടാനി കോടി നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അതുകൊണ്ടാണ് പ്രവാചകൻ പെട്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് നീ നല്ല കാര്യം 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, 4 കാര്യം ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല. 4 കാര്യങ്ങൾ ചെയ്യാതെ നീ കിടന്നുറങ്ങല്ലേ ആയിഷ. റസൂലുള്ളാഹി തങ്ങൾ മുത്തുനബി അവിടെന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആ 4 കാര്യമേതാണ് നബിയേ? ഇന്നത്തെ രാത്രി മുതൽ എന്റെ പ്രിയമുള്ളവർ, ഇന്നത്തെ വഅദ് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടന്നു പോകണോ? എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണം. നമ്മൾ സ്വർഗ്ഗത്തിലും കൂട്ടുകാരാകണം. അതാണ് ഈ ക്ലാസ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എടാ, നമുക്ക് സ്വർഗ്ഗത്തിൽ കൂട്ടുകാരാകണ്ടേ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലും കൂട്ടുകാരാകണം. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിൽ ആരെങ്കിലും ഒരാൾ നരകത്തിലായ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരനാകണ്ടേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്നവർ, ഈ പാവപ്പെട്ടവന് പറയുന്നത് ജീവിതത്തിൽ ചെയ്യുന്നവർ, പടച്ചവനെ, ഒരു അമുസ്ലിമായ ചെറുപ്പക്കാർ, അല്ലാഹുവേ, അത്ഭുതം തോന്നി എന്നോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത കൊതിയാണ്.
എന്നോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത കൊതി. ആ ചെറുപ്പക്കാരന്റെ വോയിസ് ഞാൻ കേട്ടു. അള്ളാഹു അവന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ, അവന്റെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ച് നിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന് പറഞ്ഞ് മാസങ്ങളായിട്ട് മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും ഒരു ഹദീസ് എഴുതിയിടും. ആ ചെറുപ്പക്കാരൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരെ എനിക്ക് പോലും ഓർമ്മയില്ല. ഏകദേശം 165 170 ദിവസത്തിന്റെ അകത്തായി മുടങ്ങാതെ ഓരോ ദിനവും ഓരോ ഹദീസ്. ആ ചെറുപ്പക്കാരൻ എന്ന അബൂദാബിയിലാണ്. അവൻ എഴുതി വെച്ചിട്ട് ആ ക്ലാസ് മുഴുവനും ഓരോ ദിവസവും ഞാൻ പറഞ്ഞത് പടച്ചവനെ അവൻ എനിക്ക് അയച്ചു തന്നു. അല്ലാഹു ആ പൊന്നുമോന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഓരോ ദിവസവും ഞാൻ പറഞ്ഞ ഹദീസ് അവൻ എഴുതി വെച്ചു. ഓരോ ഹദീസുകളും എഴുതി വെച്ചിട്ട് അതൊരു എന്താ പറയാ, ഒരു പ്രൊഫൈല് പോലെ എല്ലാം ഇങ്ങനെ ഒരു പേജാക്കിയിട്ട് എനിക്കിങ്ങനെ അയച്ചു തന്നു. എൻ്റെ അളിയനെ അയച്ചു കൊടുത്തു. എന്നോട് സംസാരിക്കണം. അള്ളാഹു പൊന്നുമോന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന് ഹിദായത്ത് കൊടുത്തും അനുഗ്രഹിക്കുമാർ. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ദീനിലേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരപ്പം നമ്മുടെ ഈ ബന്ധം നാളെ സ്വർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്വർഗത്തിലെത്തുന്ന ഒരു ബന്ധമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മുതൽ ഈ 4 കാര്യം നിങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ, ഞാനും നിങ്ങളും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നേരെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വിചാരിക്കും പിരിവ് തുടങ്ങാൻ സമയമായെന്ന്. അല്ല, ഈ 4 കാര്യം ചെയ്തിട്ട് ഇന്നത്തെ രാത്രി മുതൽ നീയും നിന്റെ ഭാര്യയും മക്കളും ഉറങ്ങാവൂ. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച നാളെ ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തുകൂടെ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ആയിഷ ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവനും ഓതിയിട്ടേ ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? എന്ത് ചെയ്യണ പറഞ്ഞത്? എന്ത് ചെയ്യാ പറയുന്നത്? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം ഓതിയിട്ട് വേണം ഉറങ്ങാൻ. വെടി കൊണ്ടതുപോലെ ആയിഷ ബീബി റളിയല്ലാഹു തആല മുത്തുനബിയുടെ മുഖത്ത് നോക്കാം. നടക്കണ പരിപാടിയാണോ? ഒറ്റ രാത്രി കൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖ് ഒക്കെ ഒറ്റ കാലിൽ നിന്നുകൊണ്ട് രാത്രി ഖത്തം തീർത്തെന്ന് പറയണ പോലെ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ടൊരു ചിരി. നടക്കണ പരിപാടിയല്ലല്ലോ. അപ്പൊ പ്രവാചകനത് മനസ്സിലായി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു പ്രാവശ്യം. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ അവസാനത്തെ 3 സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ്, ഈ 3 സൂറത്തുകൾ ഓരോ പ്രാവശ്യം ഓത്. ഒരു ഖത്തം ഓതിയ പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒരു ഖത്തം ഓതുന്ന എങ്ങനെ? ഈ 3 സൂറത്ത് ഒരു പ്രാവശ്യം ഓതണം. വാപ്പ മരിച്ച ഇത് ഓതിയാ പോരാ, അതിന് ഖത്തം തന്നെ ഓതണം. വാപ്പായിക്കും ഉമ്മായിക്കും മരിച്ചുപോയവർക്ക് വേണ്ടി ഖത്തം ഓതുന്നതിന് പകരം 3 സൂറത്ത് മാത്രം ഓതിയാ പോരാ, ഖുർആൻ പരിപൂർണമായിട്ട് ഓതണം. ഇത് ഉറങ്ങുന്ന സമയം. അതുകൊണ്ട് ഈ 3 സൂറത്തുകൾ ഓതിയാൽ എന്ത് പ്രതിഫലം? ഒരു ഖത്തം ഓതിയ പ്രതിഫലം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, ആയിഷ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ. ലോകത്തുള്ള എല്ലാ മുസ്ലിമിനോടും നീ പൊരുത്തം ചോദിക്കണം. പൊരുത്തം ചോദിച്ചിട്ടേ ഉറങ്ങാവൂ. നടക്കേണ്ട കാര്യമാണോ? സ്വന്തം പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കണില്ല, പിന്നെ ഇനിയിപ്പം നാട്ടുകാരോട്. ലോകത്തുള്ളവരോട് പോകട്ടെ, ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന ആമിനായോട് ചോദിക്കാറുണ്ട്, ആമിന നിന്റെ വാപ്പായ്ക്ക് വിളിച്ചിട്ടുണ്ട്, നിന്നെ തല്ലിയിട്ടുണ്ട്, നിന്നെ കളിയാക്കിയിട്ടുണ്ട്, നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്, പൊരുത്തപ്പെട്ട് തരുമോ എന്ന് ഞാനോ നിങ്ങളോ ചോദിക്കാറുണ്ടോ? പറ മനുഷ്യന്മാരെ, മനസാക്ഷിയോട് ചോദിക്കും. പറയണ്ട, ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇനി നാട്ടുകാരോട് ചോദിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയോട് പൊരുത്തം ചോദിക്കണം. ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയും കിടക്കാൻ. കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക്. നമ്മളെപ്പോഴും ഭാര്യയോട് ചോദിക്കും, നിനക്കെന്താ ഇവിടെ ജോലിയെന്ന്. ആ പാവപ്പെട്ടവൾ ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം. ഇപ്പം പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്, എന്നാലും ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ? വേലക്കാരിയായിട്ടൊരു പെണ്ണിനെ നിർത്തിയ മാസം 15,000 രൂപ കൊടുക്കണം. ഈ ആമിന എത്ര കൊല്ലം കൊണ്ട് വീടിൻ്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പക്ഷെ നരകത്തിൽ അധികവും പെണ്ണുങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ.
ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ പോകും. അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാന്നറിയോ? ഒരുപാട് നിസ്കാരമുണ്ടാകും, ദുആ ഉണ്ടാകും, സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണാണ്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നരകത്തിൽ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേത് പെണ്ണാന്ന് പറഞ്ഞു തരട്ടെ? വേണോ? നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും, എൻ്റെ ആയിഷയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നിട്ട് പറയും, എൻ്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. വേണോ? വേണോ? ഞാൻ തമാശ പറഞ്ഞല്ല, തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞുതരട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലമായി എന്ന് സങ്കല്പിക്കാം. 10 വർഷമായി നമ്മുടെ ഭാര്യ ചോദിച്ചതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വർണം വേണമെങ്കിൽ സ്വർണം, എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ട് നടക്കാം. അപ്പോഴാണ് പടച്ചോനെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആമിനയുടെ വീട്ടിലൊരു കല്യാണം വന്നു. അപ്പൊ പറഞ്ഞു, ഇക്ക എനിക്ക് ഒരു ജോഡി വസ്ത്രം വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഓക്കെ റെഡിയാ. പക്ഷേ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. ഒന്ന് സങ്കല്പിച്ചു നോക്ക്. നമ്മുടെ ഭാര്യ പടച്ചവനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, ഒരു കല്യാണത്തിന് പോകാൻ ഒരു ജോഡി വസ്ത്രം വേണമെന്ന് പറഞ്ഞു. പക്ഷേ നന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആമിന് എന്തോ പറയും, ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഒരൊറ്റ പറച്ചല. അല്ലെങ്കിലും ഇന്നു വരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ 10 കൊല്ലം ചെയ്തത് മുഴുവനും മറന്നുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യമല്ലേ? അവര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്രയും കാലം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും. നമ്മളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല, ഇതിനെ കൊണ്ടുവന്ന് പട്ടിണിക്കിട്ടതുപോലെ ഇത് പറയുക. ഒരൊറ്റ വാക്ക് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാവങ്ങളെ ഇത്തിരി ബുദ്ധി കുറവാ. അതുകൊണ്ടാ സഹോദരിമാർ, അവരുടെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് വിഷമം കൊണ്ട് എന്താ പറയണേന്ന് അവർക്കറിയില്ല. പക്ഷെ ആ പറയുന്നതിലൂടെ അവർ നരകത്തിലേക്ക് പെട്ടുപോകുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെയുള്ള ഭാര്യയോട് പറയണ, അങ്ങനെ പറയരുതെന്ന്, അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞു പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. അതിനുള്ള വഴി എന്താ? കിടക്കുന്നതിന് മുമ്പ് ഒരു ദുആ ചെയ്യണം. കിടക്കുന്നതിന് മുമ്പ്, അള്ളാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, എനിക്കും പുറത്തരണേ അല്ല, എല്ലാവർക്കും നീ നന്മ വരുത്തണേ അല്ല. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആ ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എല്ലാവരുടെ പൊരുത്തം നമുക്ക് കിട്ടി. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് ഉംറയും ചെയ്യണേ ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ഒരു ഹജ്ജ് ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കുകയാണ്. അള്ളാഹുവേ, എങ്ങനെയാണ് ഹജ്ജിന്റെ മാസത്തിലല്ലേ ഹജ്ജ് ചെയ്യാൻ പറ്റൂ? പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹജ്ജ് ഉംറയും ചെയ്യാൻ പറ്റുക? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇത് നമസ്കാരം കഴിയുമ്പോ മാത്രം പറയാനുള്ള ദിക്റല്ല. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ഇത് നമസ്കാരം കഴിഞ്ഞിട്ട് 33ഉം 34ഉം പറയാൻ മാത്രമുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ദിക്ർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അല്ലെങ്കിൽ 33
33 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ദിക്റുകൾ പറഞ്ഞിട്ട് കിടന്ന അവന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരാ മോനെ ചെയ്യുന്നത്? പടച്ചവനെ മൊബൈൽ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, സിനിമ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, പാട്ട് കേട്ടുറങ്ങുന്നവർ, പ്രഭാഷണം കേട്ടുറങ്ങുന്നവർ. പലരും പറയും ഉസ്താദേ പ്രസംഗം കേട്ടാലേ ഉറക്കം വരൂ. പലരും പറയാറുണ്ട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ളെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം അത് കേൾക്കുമ്പോൾ അറിയാതെ ഉറക്കം വരും, അതാ കരുതാ. ചിലരെന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ, ചിലർ പാട്ട്. എൻ്റെ സഹോദര സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് കിടന്നുറങ്ങ്. എന്തേ പ്രതിഫലം? ഹജ്ജ് ഉംറയുടെ പ്രതിഫലം. അല്ലാഹു നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടണില്ലേ? എല്ലാ ദിവസവും നമ്മളിത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ് കിട്ടുന്നത്. അതുകൊണ്ട് മുടങ്ങാതെ ഹജ്ജ് ചെയ്തിട്ട് കിടന്നുറങ്ങ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4 ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. എല്ലാ രാത്രിയിലും ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും ശഫാഅത്ത് നിനക്ക് കിട്ടണം. അതുകൊണ്ട് നീ അവരോട് പൊരുത്തം ചോദിക്കണം. നബിയേ, അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനാ പൊരുത്തം ചോദിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, 10 സ്വലാത്തിന്റെ പേരിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു 10 സ്വലാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പേരിൽ അപ്പം 4 കാര്യമാണ്. ഒന്ന്, ഒരു ഖത്തം ഓതണം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകൾ ഓതണം. 2, എന്റെ പ്രിയപ്പെട്ടവരെ, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യ്, അവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. 3, ഹജ്ജ് ഉംറയും ചെയ്തു. അതിനു വേണ്ടി നീ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ നീ പറയൂ. അവസാനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 സ്വലാത്ത് പറഞ്ഞ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാറുള്ള ഭാഗ്യമാ. ഈ 4 കാര്യം ചെയ്യുന്നതിലൂടെ നിന്നെക്കാളും ഭാഗ്യം ലഭിച്ച ഏത് മനുഷ്യനാ ലോകത്തുള്ളത്? ഈ 4 കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ഏത് മനുഷ്യനായി ലോകത്തുള്ളത്? 1, അവൻ ഉറങ്ങുന്നത് ഖത്തം ഓതിയിട്ടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത്. 2, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കിട്ടിയിട്ടാ ഉറങ്ങുന്നത്. 3, അല്ലാഹ് ഹജ്ജിന്റെ പ്രതിഫലം തന്നെ സ്വർഗ്ഗമാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. ഉമ്മയുടെ പ്രതിഫലം ഉംറ ചെയ്തവൻ, അവനും പ്രതിഫലം സ്വർഗ്ഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. ആ രാത്രി മരിച്ച അവന് സ്വർഗ്ഗമല്ലാതെ വേറെന്തുണ്ട് സഹോദരാ? അല്ലാഹുവേ, 10 സ്വലാത്ത് പറയുന്നതിലൂടെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകനെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന അവസരമാ. പ്രവാചകന്റെ ശഫാഅത്ത് പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഈ 4 കാര്യം ചെയ്തിട്ട് കിടക്കുന്ന രാത്രിയാണ് മലക്കുൽ മൗത്ത് അസ്റായീലിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ നിന്നെക്കാളും ഭാഗ്യവാനാരാ? നിന്നെക്കാളും ഭാഗ്യവാനാരാ? പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ. ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ.
ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരു അതിഥി വരും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങു വാപ്പാ, ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഒളുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ നീ കിടന്നുറങ്ങുന്ന രാത്രിയാട് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ ഒരു അതിഥിയെ കൂടെ കാണാം. മരിക്കുന്നതിന് മുമ്പ് ഒരതിഥിയെ കൂടെ കണ്ടിട്ട് മരിക്കാ. ആരെയെന്നറിയുവോ? ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ട് ഒളുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാ. ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങിയാ ഇബാദത്തിന്റെ കൂലിയാ. നീ ഉറങ്ങുന്നതും ഇബാദത്താണ്. ഒളു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ, നീ കിടക്കുമ്പോ ഒളുവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ പലരും ചോദിക്കും, ഉസ്താദേ ഭാര്യയെ തൊട്ടാൽ ഒളു മുറിയുമല്ലോ. മുറിയട്ടെ സഹോദരാ. ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ലല്ലോ. ഒളു മുറിയുമല്ലോ. മുറിഞ്ഞു പോകട്ടെ, നിനക്കെന്താണ്? നീ കിടക്കുന്ന സമയത്ത് ഒളുവോടുകൂടിയാണ് കിടക്കുന്നതെങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാ, ഇബാദത്തിന്റെ കൂലിയാ. നിന്റെ ഉറക്കവും ഇബാദത്താ. തലയുടെ ചുവട്ടിൽ മലക്ക് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. സുബ്ഹി വരെ ഒരു മലക്ക് നിന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത്, അല്ലാഹുവേ, ഇബാദത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മറക്കാതെ ഇന്ന് മുതൽ ഞാനും മുറുകെ പിടിക്കണം, നിങ്ങളും മുറുകെ പിടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പ്രതിഫലമാണ്. ഒളുവോടുകൂടി വേണം മരിക്കാ. മരിച്ചാ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുമെന്നാട്. അല്ലാഹുവേ, ഈമാനുള്ള മരണം തരണേ അല്ലാ. സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഈ പറഞ്ഞ 5 കാര്യങ്ങളും ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് മരിക്കാ ഭാഗ്യം തരണേ അല്ലാ. ഈമാനുള്ള മരണം കിട്ടിയാൽ ഈ പായിപ്പാട് പള്ളിയിൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ, ഈ പായിപ്പാട് പള്ളിയിൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആ മയ്യത്ത് നമസ്കരിക്കാൻ ഒരു വിശിഷ്ട അതിഥി വരുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചില ആൾക്കാരുടെ മയ്യത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ കൊണ്ടുവെക്കുമ്പോ ഒരു അതിഥി വരും നിസ്കരിക്കാൻ.